CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ ഓണം ട്രിപ്പ് ഞങ്ങൾ നേരെ മുംബൈക്കാണ് പ്ലാൻ ചെയ്തിറങ്ങിയത്. അപ്പോൾ 1-ാം തീയതി തിങ്കളാഴ്ച അന്നത്തെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് വീടിനടുത്തുള്ള ഹോൾസെയിൽ കടയിൽ പോയി കുടിവെള്ളം നമ്മൾ എവിടെ പോയാലും നമ്മൾ കുടിവെള്ളമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് പോയാൽ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ 20 രൂപ, ചിലടത്ത് 25 രൂപ മേടിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ പ്രാവശ്യം ടൂറിന് പോകുമ്പോൾ വീടിനടുത്തുള്ള ഒരു ഹോൾസെയിൽ കടയിൽ പോവുക. അപ്പോൾ അവിടുന്ന് ഒരു 5 കേസ് 6 കേസ് വെള്ളം വണ്ടിയുടെ ബാക്കിൽ സ്റ്റോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളൊരു 5 കേസ് വെള്ളം മേടിച്ച് ബാക്കിൽ സ്റ്റോക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോൾ ടൂറിന് ഇറങ്ങിയാലും ഞങ്ങൾ ആദ്യം പോകുന്നത് തെങ്കാശി മധുര റൂട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ആ ഒരു റൂട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാരണം എത്ര കണ്ടാലും മതി വരാത്ത ഏരിയയാണ് ഈ തെങ്കാശി ഏരിയ. അപ്പോൾ നമ്മൾ തെങ്കാശി മധുര റൂട്ടിലാണ് പോയത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ജനക തട്ടുകടകൾ, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സിസ്റ്റം, നമുക്ക് നൈറ്റ് തട്ടുകട ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ചായ നമ്മളൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇതേണക്ക് തട്ടുകട കാണുമ്പോൾ അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് 5-10 മിനിറ്റ് നമ്മൾ അവിടെയൊക്കെ ഒന്ന് നിന്ന് അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോകാറുള്ളൂ. അപ്പം നമ്മൾ നൈറ്റ് ആ റോഡിലോട്ട് കയറിയപ്പോൾ ഒരു തട്ടുകട കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ കയറി ഒരു ചായയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ നല്ലൊരു സെറ്റപ്പായിരുന്നു. എൻ്റെ ഈ സൈഡൊക്കെ ഒരു ഓലമേഞ്ഞ ചെറിയൊരു മരത്തിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഈ ഇലയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഭാഗത്തിൽ കണ്ടാൽ മനസ്സിലാവും അവിടെ ഒരു ഓലമേഞ്ഞ ഒരു നല്ലൊരു ഇരിക്കാനൊക്കെ സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പേസിലേക്ക് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് 5-10 മിനിറ്റൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഓണം ട്രിപ്പ് നമ്മളൊരു 9 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ അതെൻ്റെ എനിക്കന്ന് ഇഗ്നിസ് കാറായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഓണത്തിനൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ഈക്കോടെ CNG 5 സീറ്റർ AC എടുത്തു. അപ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് നമുക്ക് 1 മാസത്തിന് ശേഷമാണ് കിട്ടിയത്. ഓണത്തിനും നമുക്ക് ആ ഒരു ടൈമും പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത കളർ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് 1 മാസത്തിന് അടുപ്പിച്ചെടുത്തു നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ. പിന്നെ CNG എടുക്കാനുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി ഇഗ്നിസിൽ പോയപ്പോഴും നമുക്ക് 3700 കിലോമീറ്ററോളം നമ്മൾ ആ ടൂർ വീണായിരുന്നു. നമ്മൾ ഹൈദരാബാദ് ഹംപി ട്രിപ്പ് കഴിഞ്ഞ ഓണത്തിന് പോയപ്പോൾ നമുക്ക് 3700 കിലോമീറ്ററോളം വീണായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു പെട്രോൾ കോസ്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു നമുക്കൊരു CNG എടുത്താൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ഏത് വാഹനം എടുക്കുന്ന കൺഫ്യൂഷൻ, നമുക്ക് സാധനങ്ങൾ കയറാൻ വേണം, എന്നാലും നമുക്ക് യാത്ര സുഖമായിരിക്കും. അങ്ങനെയാണ് ഈ വീണ്ടും ഈക്കോയിലോട്ട് തന്നെ നമ്മൾ തിരിഞ്ഞത്. അപ്പോൾ എനിക്ക് നേരത്തെ ഈക്കോ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈക്കോയിലേക്ക് തന്നെ തിരിഞ്ഞു. അപ്പോൾ അത് ബുക്ക് ചെയ്ത് നമ്മൾ വണ്ടി ഇതാണ്. നമ്മൾ ഇതിനകത്താണ് നമ്മൾ എടുത്ത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഒരു 600 കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം അടുത്ത നമുക്കറിയാം പിന്നെ ഒരു നല്ല ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പം അടുത്ത സർവീസ് ഏകദേശം വീഴും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ നേരെ മുംബൈ ട്രിപ്പ് ഇറങ്ങി. ഞങ്ങൾ നേരത്തെ മുംബൈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെങ്കിലും പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്ന ദിവസം വരെ തിങ്കളാഴ്ച രാവിലെ വരെ എങ്ങോട്ട് പോകണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ, നല്ല ഓട്ടമുണ്ട്. അപ്പം ആ ഒരു ഞാൻ വീട്ടിൽ പറഞ്ഞു നമുക്ക് കർണാടക ഏരിയ ഒന്നുകൂടി കവർ ചെയ്ത് വേറെ പോകാത്ത സ്ഥലം കൊണ്ട് പോകാം. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ പറഞ്ഞു നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നല്ല സ്ഥലങ്ങൾ നോക്കി വൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എന്തെങ്കിലും ഞാൻ പറഞ്ഞവരുടെ അടുത്ത് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട നമുക്ക് മുംബൈക്ക് തന്നെ പോകാം, നിങ്ങളെല്ലാം പാക്ക് ചെയ്തു പറഞ്ഞ് ജോലി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് വൈകിട്ട് തിങ്കളാഴ്ച വൈകിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തിങ്കളാഴ്ച നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്തു, ചൊവ്വാഴ്ച ഫുൾ ഡേ ഡ്രൈവ് ചെയ്തു, ചൊവ്വാഴ്ച നൈറ്റും ഡ്രൈവ് ചെയ്തു. ഒരു 40 മണിക്കൂർ നമ്മൾ ഏകദേശം എടുത്തു നേരെ നമുക്ക് എല്ലോറയിലെത്താൻ. കാരണം ഞങ്ങൾ മുംബൈ പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ മുംബൈ പോയിട്ട് അവിടുന്ന് എല്ലോറ, അജന്ത കേവ്സ് കവർ ചെയ്ത് വരുന്ന ഒരു പ്ലാനിങ്ങാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുംബൈ മാപ്പിട്ട് പോവുകയാണ് ചെയ്തത്. നമ്മൾ എക്സ്പ്രസ് ഹൈവേ നമ്മൾ പറഞ്ഞല്ലോ തെങ്കാശി വഴി മധുര എക്സ്പ്രസ് ഹൈവേ കയറിയിട്ട് നമ്മൾ ആ ഒരു മുംബൈ മാപ്പിട്ട് പോവുകയാണ് ചെയ്തത്. മുംബൈ പോകുന്നെങ്കിൽ ഞങ്ങൾ പാതി വെച്ച് വിചാരിച്ചു നേരെ എന്നാൽ ആദ്യം മുംബൈ പോയിട്ട് നമ്മൾ എല്ലോറ, അജന്ത കേവ്സ് കവർ ചെയ്ത് വരാമെന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് ആദ്യം എല്ലോറ, അജന്ത എല്ലാം കവർ ചെയ്തിട്ട് ലാസ്റ്റ് മുംബൈ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാതി വെച്ച് മുംബൈ പോകുന്ന വഴി തന്നെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ എല്ലോറയിലേക്ക് മാപ്പ് ഇടുകയാണ് ചെയ്തത്. നമ്മൾ വീട്ടിൽ നിന്ന് മാപ്പ് സെറ്റ് ചെയ്തപ്പോൾ ഏകദേശം 1680 കിലോമീറ്ററോളമാണ് നമുക്ക് മുംബൈ കാണിച്ചത്. അപ്പോൾ അത് നമുക്ക് 2 വഴി പോകാമായിരുന്നു. ഗോവ വഴി നമുക്ക് കാണിച്ചായിരുന്നു, പിന്നെ നമുക്ക് കാണിച്ചതെന്ന് വെച്ചാൽ മധുര ആ റൂട്ടും കാണിച്ചിരുന്നു. അപ്പം നമ്മളുടെ ഗോവ വഴിയിൽ നിന്ന് ഇവിടെ നമ്മളുടെ റോഡ് പണി നടക്കുന്ന കാരണം നമ്മളിവിടുത്തെ അറിയാമല്ലോ, കേരളത്തിനകത്ത് ഇപ്പോൾ നമ്മൾ 60 പാതയുടെ പണി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തെങ്കാശി മധുര റൂട്ട് കയറിയാണ്. പിന്നെ ആ റൂട്ട് ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങോട്ടുള്ള റൂട്ട് റഷ് കാരണം നമുക്കൊരു കൺജസ്റ്റഡാണ്, ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നാറുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഇറിറ്റേഷൻ വരേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ തെങ്കാശി മധുര റൂട്ട് കയറിയാണ് പോയത്. നമ്മൾ CNG വാഹനത്തിലാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ CNGയുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നു. കാരണം നമുക്ക് യാത്രയിൽ എല്ലാം ഇത് കണക്ക് എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ പമ്പുകൾ നമുക്ക് ജസ്റ്റ് അകത്തോട്ടൊക്കെ കാണത്തുള്ളൂ. മെയിൻ ഈ ഒരു റൂട്ടിൽ പമ്പുകൾ ഈ റോഡ് സൈഡിൽ കുറവായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു സർവീസ് റോഡിൽ കയറിയിട്ട് അകത്തോട്ടുള്ള ടൗണുകളിലൊക്കെ ആയിരിക്കും ഈ ഒരു പമ്പുകൾ മാക്സിമം കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 120-130 കിലോമീറ്റർ ഒരു CNGയിൽ ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഓടിയിട്ട് നമ്മളപ്പോഴേ ആപ്പ് ഓൺ ചെയ്ത് നിയറസ്റ്റ് ലൊക്കേഷനുള്ള CNG പമ്പ് നമ്മൾ
കണ്ടെത്തി അങ്ങനെ പോയി പമ്പിൽ പോയി നമ്മൾ CNG ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. കാരണം നമ്മളൊരു ടാങ്കിനകത്ത് 10 കിലോ അവർ CNG പറയുന്നെങ്കിൽ നമുക്കൊരു 9 കിലോളം പ്രഷർ ഉണ്ടെങ്കിൽ 9 കിലോളം കയറത്തുള്ളൂ, 9-9.5 കിലോ, ചിലയിടത്ത് 8 കിലോയെ കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കിലോമീറ്റർ നമ്മളെപ്പോഴും നോക്കി ഓരോ പ്രാവശ്യം അടിക്കുമ്പം നമ്മൾ ട്രിപ്പ് ചെയ്ത് 120-130 കിലോമീറ്റർ നമ്മൾ പമ്പ് നോക്കി അടുത്ത CNG ഫുൾ ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഡെസ്റ്റിനേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയല്ല ചെയ്തത്. നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പോകുന്ന റൂട്ടുകൾ, അവിടുത്തെ കാഴ്ചകൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇറങ്ങി നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അല്ലാതെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ആ ഡെസ്റ്റിനേഷൻ ഫോക്കസ് ചെയ്ത് പോകുക മാത്രമല്ല ചെയ്തത്. നമ്മൾ പോകുന്ന യാത്ര ഫുള്ളി എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണുന്ന സ്ഥലങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഇറങ്ങി കണ്ട് ടൈം സ്പെൻഡ് ചെയ്തൊക്കെ പോകണം. എന്നാലേ നമുക്കത് സൂചിക്കത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പോയപ്പോൾ കണ്ട ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് അവിടെ ഇറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഇപ്രാവശ്യത്തെ ട്രിപ്പിനകത്ത് നമുക്ക് ഫുഡിനകത്ത് നല്ല അടിപൊളി ഫുഡുകളാണ് എല്ലായിടത്തു നിന്നും കിട്ടിയത്. നമുക്ക് ഫുഡിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്ക് എല്ലാം നല്ല നല്ല ഫുഡുകളാണ് കിട്ടിയത്. നോർത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് കാരണം നമ്മൾ പോകുന്നതെല്ലാം കയറിയത് പഞ്ചാബി ധാബാസ്, അങ്ങനെയുള്ള ധാബകളിലാണ് മെയിനായിട്ട് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ കയറുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തികൾ, പിന്നെ തന്തൂരി ചപ്പാത്തി, പാലക്കറി, ദാൽ കറി, അങ്ങനെ വെറൈറ്റി കറികളൊക്കെ. അപ്പം നമുക്കത് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ. കാരണം നല്ല ഫുഡായിരുന്നു. നമ്മളങ്ങോട്ട് പോയ ഒരിടത്ത് നമുക്ക് ഫുഡിനകത്ത് പണി മേടിച്ചില്ല, എല്ലായിടത്തും നല്ല ഫുഡാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മളിങ്ങനൊരു ഡ്രൈവായിട്ട് ഇത്രയും ലോങ് ഡ്രൈവ് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ വൈബിലുള്ളവരുമായിട്ട് പോയെങ്കിൽ നമുക്ക് ആ ഒരു യാത്ര സുഖിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയാണ് ഞാൻ പോയത്. ഞാനും വൈഫും എൻ്റെ 2 മക്കൾ, ഞങ്ങൾ 4 പേരാണ് ടൂറിന് പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഒരേ വൈബായതിൻ്റെ ഒരു ഞങ്ങൾക്ക് ആ യാത്ര ഇഷ്ടപ്പെടും. കാരണം ഈ കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞല്ലോ 40 മണിക്കൂർ ഡ്രൈവ് ബാക്കിലിരിക്കേണ്ടവർ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉറക്കം വരുമ്പോൾ മക്കൾ അങ്ങോട്ട് മാറി തിരിഞ്ഞ് മടിയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൂത്തവൾ എനിക്കിടയ്ക്ക് സപ്പോർട്ട് തരാനായിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കും. അവൾ എന്നിട്ട് മാപ്പ് അവളുടെ കയ്യിൽ വെച്ച് നോക്കി, മൊബൈൽ അവളെ കൊടുക്കും, മാപ്പ് നോക്കി നമ്മൾ ജസ്റ്റ് അവൾ രാത്രിയൊക്കെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അവൾ എനിക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ തരും. അവൾ ഉറക്കം വരുന്നെങ്കിൽ ഞാൻ അവിടെ തുടങ്ങിക്കോളാൻ പറയും. അവർ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്ത് അങ്ങനൊരു വൈബ്, ഒരേ വൈബാണെങ്കിൽ ആ ഒരു യാത്ര സുഖിക്കത്തുള്ളൂ. ഒരേ വൈബല്ലാത്തവരാണെങ്കിൽ അവർ നൈറ്റ് ഉറങ്ങണം, റൂം എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ. നമുക്ക് ഈ ഒരു ടൈം ബീങ് നമ്മൾ ഓടി എത്താൻ പറ്റത്തില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസങ്ങളിലുള്ള അങ്ങോട്ട് ഏകദേശം 40 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, ഇങ്ങോട്ട് ഏകദേശം ഒരു 45-50 മണിക്കൂർ ഡ്രൈവ് വരും. അപ്പോൾ നമ്മൾക്ക് ദിവസങ്ങൾ കുറവാണ് നമുക്ക് അവിടെ കാണാനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഒരേ വൈബുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു യാത്രയും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടെൻസ്ഡായിട്ട് പോയിട്ട് വരേണ്ടി വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൈവ് തിങ്കളാഴ്ച ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച നൈറ്റ് ഫുള്ള്, ചൊവ്വാഴ്ച ഡേ ഫുള്ള്, ചൊവ്വാഴ്ച നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്ത് ബുധനാഴ്ച രാവിലെ ഒരു 10 ആയപ്പോഴാണ് ഞങ്ങൾ എല്ലോറയിലെത്തിയത്. നമ്മളിപ്പോൾ ഏകദേശം എല്ലോറയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സ്പ്രസ് ഹൈവേ നമ്മൾ നേരെ സർവീസ് റോഡിൽ കയറി ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് മുമ്പോട്ടോട്ട് ലെഫ്റ്റാണ് നമുക്ക് എല്ലോറ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഡ്രൈവ് ആ ഒരു എല്ലോറ എത്താറായപ്പോൾ നമുക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് പണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിക്കാനുണ്ടായിരുന്നു എല്ലോറ കേവ്സിനെ പറ്റി, അജന്ത കേവ്സിനെ പറ്റിയൊക്കെ. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ആകാംക്ഷയും ഒരു എന്തോ നമ്മളത് പറയുന്നത് ഒരു മനസ്സിലൊരു ആ ഒരു സ്ഥലം എത്താറായപ്പോൾ ആ ഒരു ആകാംക്ഷ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ആകാംക്ഷ കാരണം നമ്മളിത് ജസ്റ്റ് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് നമുക്കിത് കാണണം. കാരണം ആ ഒരു നിർമ്മിതി, ആ ഒരു ഇത്രയും പുരാതന 2000 വർഷത്തോളം പഴക്കമുള്ള ആ ഒരു മനുഷ്യ നിർമ്മിതി കാണണം. അതൊരു അത്ഭുതമാണ്. അപ്പം ഈ എല്ലാ നമ്മൾ ഈ ഒരു ട്രിപ്പിലുള്ള ഫുൾ വീഡിയോസും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് യാത്രയുടെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. നമ്മൾ അടുത്ത ആ എല്ലോറ കേവ്സ്, അജന്ത കേവ്സ് മുതലായ നമ്മൾ മുംബൈ ട്രിപ്പിൽ കവർ ചെയ്ത എല്ലാം കൂടി നമ്മൾ ഒരു 4-5 പാർട്ടാക്കിയായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അത് നമുക്ക് ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല, അത് ഒരുപാട് ദൈർഘ്യം കൂടി പോകും. കാരണം അത്രയും സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ട സ്ഥലങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് വരും കുറച്ച് പാർട്ടുകളായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ഇതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുകയാണ്. കൂടാതെ നമ്മൾ ഇനിയുള്ള മുമ്പോട്ടുള്ള വീഡിയോസിലും നമുക്ക് പൂർണ്ണ സപ്പോർട്ട് നമുക്ക് നൽകണം. അപ്പോൾ നമ്മൾ ആ ഒരു സർവീസ് റോഡിൽ നിന്ന് കയറി ഇങ്ങനെ ഒരു ഗട്ടർ റോഡിലാണ്. അപ്പം ഇത് ചെന്നിട്ട് നമ്മൾ എല്ലോറയിലോട്ട് പോകുന്ന മെയിൻ റോഡിലോട്ട് നമ്മൾ കയറുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേ വന്നിട്ട് എൻ്റെ സർവീസ് റോഡിൽ കയറി വന്നപ്പോൾ ഉള്ളൊരു കട്ട് റോഡാണ്. ഇതാണ് എല്ലോറ പോകുന്നൊരു മെയിൻ റോഡ്. ഇവിടെ ജസ്റ്റ് നമ്മൾ എല്ലോറ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഓൺലൈനിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. നമുക്ക് അവരുടെ സൈറ്റ്, മഹാരാഷ്ട്ര സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫീസ് ഏകദേശം 35 രൂപയാണ്. അപ്പോൾ ഇളയവൾക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു, കാരണം 15 വയസ്സിൽ താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നെ ടിക്കറ്റ് എടുക്കാൻ അവിടെ പോയി ക്യൂ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ
ഈ ചുരുക്കത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലോറ എത്തിയിട്ടുണ്ട്. അതാണ് എല്ലോറ. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അകത്തോട്ട് പോകും. അപ്പോൾ ബാക്കി വീഡിയോസ് അടുത്ത പാർട്ടുകളിൽ നിങ്ങളെ കാണിക്കുന്നത്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.